കണ്ടൻ മാപ്രയുടെ ചാനലിൽ വനിതാ മാധ്യമ പ്രവർത്തക നൽകിയ പീഡന പരാതി മുക്കി. ദീപു ഗോപാൽ എന്ന ലെഫ്റ്റ് ആക്ടിവിസ്റ്റിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞെട്ടിക്കുന്നൊരു വിവരം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ആ വാർത്തയുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ ആ പ്രമുഖ കണ്ടൻ മാപ്രയുടെ പേര് പുറത്തു പറയാൻ പറ്റില്ല. കാര്യം സ്ഥാപനത്തിനകത്ത് നിന്ന് ചോർന്ന് പുറത്തേക്ക് വന്ന ഒരു പരാതിയാണ്. അതിനെ സംബന്ധിച്ച് പരാതിയുടെ ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ഒന്നും കിട്ടാത്തത് നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ നമുക്ക് ഒരു സാങ്കല്പിക പേര് വെച്ച് ആ ഒരു ഞെട്ടിക്കുന്ന വാർത്ത അറിയാം. അതിനെ സംബന്ധിച്ച് ദീപു ഗോപാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് ദേ ഇങ്ങനെയാണ്. ഈഗോ രാജ കണ്ടൻ്റെ ചാനലിലെ എറണാകുളം മാപ്രയെ ഡൽഹിയിലേക്ക് ഒളിച്ചു കടത്തുന്നത് എന്തിന്? സംഘിയായ പീഡകൻ മാപ്രയെ സഹപ്രവർത്തകയുടെ പീഡന പരാതിയിൽ പോലീസിൽ പരാതി കൈമാറാതെ ഡൽഹി മാപ്ര ആക്കാൻ ശ്രമമെന്ന് വാർത്തകൾ വരുന്നു. സ്ത്രീ പീഡനം അരമന രഹസ്യമോ? അധമ മാപ്രയുടെ കഥാപ്രസംഗം എന്ന ആചാരം ഇന്ന് കാണുമോ എന്തോ? പരാതിക്കാരി ഇപ്പോൾ മരമുറിയിലാണെന്ന് കേൾക്കുന്നു. മരമുറി ഈ വാർത്ത പുറത്തുവിടുമോ? എറണാകുളം പീഡകൻ മാപ്ര തികഞ്ഞ സംഖ്യയായതുകൊണ്ട് ഈഗോ കണ്ടൻ കമ്പിളിപ്പുതപ്പ് നിലപാടിലാണത്രേ. താഴോട്ട് പോകുന്ന പോക്സോ നെറ്റ് ഇത്തരം വാർത്തകൾ പുറത്തുവിടുമായിരിക്കും. NB സുഹൃത്തുക്കളെ, ഇപ്പോൾ തൽക്കാലം വാലും മുറിയുമൊക്കെ ഇടാനേ പറ്റൂ. ഇവരൊക്കെ പുറത്തു പറയുന്നോ എന്ന് നോക്കട്ടെ, എന്നിട്ട് വരിവരിയായി നമുക്ക് പുറത്തുവിടാം. ഇതാണ് സോഷ്യൽ മീഡിയയിൽ ദീപു ഗോപാൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ്. ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് കണ്ടൻ മാപ്രയുടെ സ്ഥാപനമാണെന്ന് ഉറപ്പായിട്ടുണ്ട്. കാര്യം കേരളത്തിൽ എവിടെ പീഡനം നടന്നാലും ആ പീഡനത്തെ വാർത്താ കച്ചവട എലമെൻ്റാക്കാൻ വേണ്ടി കാണിക്കുന്ന ആവേശം നമ്മൾ കാണാറുള്ളതാണ്. പിന്നെ വ്യാജ വാർത്ത സൃഷ്ടിക്കാൻ വൈദഗ്ധ്യമുള്ള കണ്ടൻ മാപ്ര ഈ അടുത്ത കാലത്ത് EP ജയരാജനുമായി ബന്ധപ്പെട്ട് DC രവി എന്ന സുഹൃത്തിനെ ചേർത്ത് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ അന്ന് ഒരു ആത്മകഥ കള്ളക്കഥ വാർത്ത എന്ന പേരിൽ പുറത്തേക്ക് വിട്ട വൈദഗ്ധ്യമാണ്. അങ്ങനെ ഇല്ലാത്തതുണ്ട് എന്ന് പറയുന്ന കണ്ടൻ മാപ്ര സ്ഥാപനത്തിനകത്തുണ്ടായ സ്ത്രീപീഡന കഥ, ആ സ്ത്രീപീഡനത്തെ പരാതി ലഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ എവിടെന്നൊക്കെയോ ഉള്ള സംഘപരിവാർ സമ്മർദ്ദം കൊണ്ട് പരാതി മുക്കിയിട്ട് മാപ്രയെ ഡൽഹിയിലേക്ക് കെട്ടുകെട്ടിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. പരാതി ഒഫീഷ്യലി പുറത്തേക്ക് വരാത്തതും അല്ലെങ്കിൽ പോലീസ് അതിനെ സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ കൊടുക്കാത്ത പശ്ചാത്തലത്തിൽ യഥാർത്ഥ വ്യക്തിയുടെ പേരോ സ്ഥാപനത്തിൻ്റെ പേരോ ഉപയോഗിക്കാൻ കഴിയില്ല. അത് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാക്കും. എന്തായാലും കേരളത്തിലെ കണ്ടൻ മാപ്ര നയിക്കുന്ന സ്ഥാപനത്തിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്? നേരത്തെ മുഖ്യമന്ത്രിയെ ഷൂ എറിയാൻ ഗൂഢാലോചന നടത്തിയ മാപ്രാച്ചി, വ്യാജ വാർത്ത ഉണ്ടാക്കാൻ ഗൂഢാലോചന നടത്തുന്ന കണ്ടൻ മാപ്ര, ഇപ്പോൾ സഹപ്രവർത്തകയെ പീഡിപ്പിച്ചു എന്ന ഇന്റേണൽ പരാതി ലഭിച്ചത് മുക്കിക്കൊണ്ട് പീഡകനെ രക്ഷിക്കുന്ന കണ്ടൻ മാപ്ര. ഇങ്ങനെ പലതരത്തിലാണ് കണ്ടൻ മാപ്രയുടെ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതിഭ MLAയുടെ മകനെ കൂട്ടത്തിൽ നിന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കഞ്ചാവ് കേസിൽ പേരുയർത്തിക്കാട്ടി പെടുത്താൻ പരിശ്രമിച്ച ആ ആവേശം എന്തുകൊണ്ട് ഈ വിഷയത്തിൽ കാണിക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. കാര്യം വലിയ സാമൂഹിക പ്രതിബദ്ധത തനിക്കുണ്ടെന്ന് സ്വയം അഭിനയിക്കുന്ന കണ്ടൻ മാപ്ര എത്രമാത്രം സ്വന്തം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ താപ്പാനയാണെന്ന് ഈ ഒരു ഉദാഹരണം തെളിയിക്കുന്നുണ്ട്. ഈ കണ്ടൻ മാപ്ര ആരാണെന്നും ആ സംഖ്യ മാപ്ര ആരാണെന്നും വളരെ കൃത്യമായി അറിയാമെങ്കിലും അതിനെക്കുറിച്ച് ദൃശ്യമായിട്ടോ അല്ലെങ്കിൽ അതിന് ചേർന്ന് നിൽക്കുന്ന ഒന്നും കൊടുക്കാതിരിക്കുന്നത് അവർ ഇതിനെ സംബന്ധിച്ച് പുറത്തു പറയുമോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണെന്ന് ദീപു പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായും ദീപു ഇതിൻ്റെ പുറകിലാണ്. ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ പോസ്റ്റിലൂടെ ഇക്കാര്യം പുറത്തേക്ക് പറയുമ്പോൾ സത്യം ഇനി സ്ഥാപനത്തിനകത്ത് നടക്കുന്ന വിഷയത്തിലാണെങ്കിലും അത് തുറന്നു പറയുമെന്ന നിലപാട് ആവർത്തിക്കുന്ന കണ്ടൻ മാപ്ര ഈ വിഷയത്തിൽ പീഡന പരാതി മുക്കി മാതൃക കാട്ടിയിരിക്കുകയാണ്. അപ്പോൾ സ്ഥാപനത്തിനകത്ത് ചില പ്രത്യേക താല്പര്യങ്ങളുണ്ട്. സംഘപരിവാറുകാർ എന്ത് തോന്നിവാസം കാണിച്ചാലും ചേർത്ത് പിടിക്കുന്ന ഒരു മനോഭാവം കൂടി ഉണ്ടോ എന്ന സംശയം കൂടിയാണ് ഈ പോസ്റ്റിലൂടെ ഉണ്ടായിരിക്കുന്നത്.